ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് ഇന്ന് അപ്പം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് അരി അരച്ച് വച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് അരിപ്പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ നല്ല പൂ പോലുള്ള പാലപ്പം റെഡിയാക്കിയിട്ടുണ്ട്. കൂടെ പൊട്ടറ്റോയും കോളിഫ്ലവറും ഫ്രഷ് പീസും ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിനെ. കൂടെ ഒരു ലൈക്കും കൂടി. ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ പൊടിയാണ്. 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഏത് ബ്രാൻഡ് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളവും 1/4 കപ്പ് അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിനുള്ള അരി അരയ്ക്കുമ്പോൾ അതിൽ ചോറ് കൂടി ചേർക്കാറുണ്ടല്ലോ. അതിന് പകരമായിട്ടാണ് ഇങ്ങനെ കപ്പി കാച്ചി എടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. 2-3 മിനിറ്റിൽ തന്നെ ഇങ്ങനെ ഒരു പാകത്തിന് കിട്ടും. ഇനി ഇത് നന്നായി ഒന്ന് തണുക്കട്ടെ. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും കപ്പി കാച്ചിയെടുത്തതും നേരത്തെ കലക്കി വെച്ച മാവും കൂടി ഒഴിക്കാം. മാവ് ഇപ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്. ഇതിലിനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി കുറവാണെങ്കിൽ പിന്നീട് നമുക്ക് ഒഴിക്കാവുന്നതാണ്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അപ്പത്തിൻ്റെ മാവിൽ നമ്മൾ തേങ്ങ കൂടി ചേർത്തല്ലോ. തേങ്ങ ഇല്ലെങ്കിലും അപ്പം ഉണ്ടാക്കാം. കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. അതുപോലെ ഈ വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് അരയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഈ ജാറിൽ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്ത് ഇതിലൊഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിനി 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. കൂടുതൽ സമയം ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ആ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം അപ്പത്തിനായിട്ട്. പൊട്ടറ്റോയും കോളിഫ്ലവറും പീസും എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ തേങ്ങ ചേർത്ത കറിയാണല്ലോ കൂടുതലും ഉണ്ടാക്കുന്നത്. ഈ വെജിറ്റബിൾ സ്റ്റൂവും മറ്റും. എപ്പോഴും നമ്മൾ ഒരേപോലത്തെ കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ചെയ്യുമ്പോൾ അതൊരു രസമായിരിക്കും. കഴിക്കുന്നവർക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് ഇത്രയും പാടുപെടണമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് പേസ്റ്റാക്കി എടുക്കാനാണ്. ഇത് നല്ല നാടൻ ടൊമാറ്റോയാണ്. പുളി കൂടുതലുണ്ട്. സാമ്പാറിനും രസത്തിനുമൊക്കെ ഈ നാടൻ ടൊമാറ്റോ നല്ലതായിരിക്കും. 2 സവാള കൂടി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മീഡിയം സൈസിലുള്ള 2 സവാളയാണ്. പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പാൻ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഇടാം. ജീരകം പൊട്ടിക്കഴിയുമ്പോഴേക്കും ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതിനി 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. നല്ല ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒന്ന് വാടിയാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂട്ട് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണ്ട മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോയുടെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ കുറച്ച് വേകാനായിട്ട് സമയമെടുക്കുമല്ലോ, അതുകൊണ്ടാണിത് ആദ്യം ചേർക്കുന്നത്. കോളിഫ്ലവർ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. പൊട്ടറ്റോ ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ ചേർക്കാം. ഫ്രഷ് പീസും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിത് ഫ്രഷ് പീസ് എന്ന് പറഞ്ഞെങ്കിലും ഇത് ഫ്രോസൺ പീസാണ്.
നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാം. 1 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് 8-10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നല്ലൊരു വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയുടെ കളർ തന്നെ നോക്കിക്കേ, കാണുമ്പോൾ തന്നെ ടേസ്റ്റിനും ഒരു കുറവുമില്ല. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. പൊട്ടറ്റോ നന്നായിട്ട് വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കറിയുടെ ഗ്രേവിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം കൂടി റെഡിയാക്കണം. ഈ കറി പൊറോട്ട, ചപ്പാത്തി, പൂരി എന്നിവയുടെയൊക്കെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ മാവ് വച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതെന്തായെന്ന് നോക്കാം. ഇപ്പോൾ നോക്കിക്കേ, കുറേയൊക്കെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 മണിക്കൂറല്ലേ വെച്ചുള്ളൂ. കൂടുതൽ സമയം ഇരിക്കുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് പൊന്തി വരും. അപ്പച്ചട്ടി മീഡിയം ഹീറ്റിൽ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇതിനി ഒരു മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പൂ പോലുള്ള പാലപ്പം റെഡിയായി കിട്ടും. നോക്കിക്കേ. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, ഈ അപ്പം പുളിക്കാത്ത അപ്പമാണ്. ഒട്ടും തന്നെ ഇതിൽ പുളി കാണുകയില്ല. 1 മണിക്കൂറല്ലേ നമ്മൾ വച്ചിട്ടുള്ളൂ. കൂടുതൽ സമയം വയ്ക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ അരി അരച്ചുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ടേസ്റ്റില്ലേ, അതുപോലുള്ള അപ്പം നമുക്കുണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി. സാധാരണ പുളിയൊന്നും അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ തരത്തിലുള്ള അപ്പം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. 3-4 അപ്പം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന മാവ് വച്ചിരുന്നതാണ് 1 മണിക്കൂർ വീണ്ടും കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പൊങ്ങിക്കിട്ടിയത്. ഇത് ഞാൻ വിചാരിച്ച് ദോശക്കല്ലിൽ കോരി ഒഴിക്കാമെന്ന്. അപ്പം ഉണ്ടാക്കിയതിലും ദോശ ഉണ്ടാക്കിയതിലും ഒരു തുള്ളി പോലും എണ്ണ ചേർത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി. ഒരല്പം തേങ്ങ മാത്രമാണല്ലോ അരച്ചത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. രാവിലെ നമ്മൾ അരി കുതിർക്കാനൊക്കെ ഇടാൻ വേണ്ടി മറന്നു പോകും. വൈകിട്ട് അരയ്ക്കാനും പറ്റുകയില്ല. അപ്പോൾ ഇതുപോലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ രാത്രി തന്നെ ഇതുപോലെ ഒന്ന് കലക്കി വെച്ചാലും രാവിലെ ആകുമ്പോൾ സൂപ്പറായിരിക്കും. നല്ല ടേസ്റ്റിലുള്ള അപ്പം ഉണ്ടാക്കാം. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.